നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന ആവശ്യം. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. കൊല്ലം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ്. .05 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. കായംകുളം കറ്റാനം സ്വദേശികളാണ് പിടിയിലായത്. കറ്റാനം നാമ്പുകുളങ്ങരയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. വിവാഹവസ്ത്രമണിഞ്ഞ് അഞ്ജനയ്ക്ക് നിത്യനിദ്ര. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച തൊടിയൂർ സ്വദേശി അഞ്ജനയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. അന്ത്യോപചാരം അർപ്പിക്കാൻ വൻ ജനാവലി. തിയേറ്റർ ഷെയറിനെ ചൊല്ലി തർക്കം. കന്നഡ ചിത്രം കാന്താര 2 വിലക്ക്. കേരളത്തിൽ ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന് ഫിയോക്. വിശദമായ വാർത്തകളിലേക്ക്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സദസ്സ് നടത്തിയത്. കൊല്ലം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ടയിലും ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ചൊവ്വല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് കൊല്ലം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തിയത്. ജില്ലയിലെ 36 പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിന് മുന്നിലും ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി P. ജർമിയാസ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന്, ഇവരെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന്, ഇവരെ കൽത്തുറുങ്കിൽ അടയ്ക്കുവാനുള്ള നടപടി സ്വീകരിക്കുവാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന DGPയോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിയമത്തിന്റെ മുമ്പിൽ ഈ കാട്ടാളന്മാരെ കൊണ്ടുവരണമെന്ന്. ASI റഹ്മാൻ, CPOമാരായ സന്ദീപ്, സജീവൻ, ശശീന്ദ്രൻ എന്ന് പറയുന്ന ഈ 4 കാട്ടാളന്മാരാണ്. മനുഷ്യപ്പറ്റില്ലാത്ത പോലീസിലെ ഈ മൃഗങ്ങളാണ് നമ്മുടെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ ഏറ്റവും പൈശാചികമായി മർദ്ദിച്ചത്. വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. 2ാം തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലീസുകാരെ തുറന്നു വിട്ടിരിക്കുകയാണ്. അവർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ അടുത്ത സമയത്ത് നടത്തിയ ജനകീയ സദസ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം. കേരള നവോത്ഥാന സദസ്സുകൾ സംസ്ഥാനത്ത് സൃഷ്ടിച്ചപ്പോ അതിനെതിരായി മുദ്രാവാക്യം മുഴക്കിയ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ തുണ്ടൽ നൌഷാദ്, ദിനേശ് ബാബു, ഷിജു കോശി വൈദ്യൻ, PM സെയ്ദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വിവാഹവസ്ത്രമണിഞ്ഞ് അഞ്ജനയ്ക്ക് നിത്യനിദ്ര. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച തൊടിയൂർ സ്വദേശി അഞ്ജനയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ച ശേഷം കരിന്തോട്ടുവ സഹകരണ ബാങ്കിൽ പൊതുദർശനത്തിന് ശേഷമായിരുന്നു വീട്ടുവളപ്പിൽ സംസ്കാരം. നവവധുവായി ഒരുങ്ങാൻ 1 മാസം മാത്രം ബാക്കിയിരിക്കെ ആ വീട്ടുമുറ്റത്ത് വിവാഹവേഷത്തിൽ നിത്യനിദ്രയിലേക്ക് യാത്ര പോകുന്ന പ്രിയപ്പെട്ടവളെ കണ്ടു നിൽക്കാനാകാതെ എല്ലാവരും സങ്കടത്തിലായിരുന്നു. ഒട്ടേറെ സ്വപ്നങ്ങളുമായി പുതുജീവിതത്തിലേക്ക് നടന്നെടുക്കവേ അപകടം അഞ്ജനയുടെ ജീവൻ കവർന്നെടുക്കുകയായിരുന്നു. 5 വർഷം മുമ്പാണ് അഞ്ജനയുടെ അച്ഛൻ SB മോഹനൻ മരിച്ചത്. തൊടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അരമത്തുപട ബ്രാഞ്ചിലെ ജീവനക്കാരിയായ അമ്മ അജിതയായിരുന്നു ഏക ആശ്രയം. അമ്മയ്ക്ക് തുണയാകാനും സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും അവൾ പഠിച്ചു. പരീക്ഷ എഴുതി. ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് മാസങ്ങളെയായുള്ളൂ. 1 വർഷം മുമ്പാണ് വിവാഹമുറപ്പിച്ചത്. ജോലി ലഭിച്ച ശേഷം വിവാഹം കഴിക്കൂ എന്ന നിലപാടിലായിരുന്നു അഞ്ജന. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തെ തുടർന്നാണ് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട ഭരണിക്കാവ് ഊക്കൻമുക്കിന് സമീപം കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു അപകടം. അഞ്ജന സഞ്ചരിച്ച സ്കൂട്ടർ എതിരെ വന്ന സ്കൂൾ ബസുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ്സിലിടിച്ചായിരുന്നു അപകടം. അഞ്ജനയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവരും എത്തിയിരുന്നു. സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയായ അജിതയുടെ മകൾ. ഈ പെൺകുട്ടി വളരെ കുറച്ച് ദിവസങ്ങളായിരുന്നു പെരിന്തോട്ടുവ സർവീസ് സഹകരണ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചത്.
അതിനു മുമ്പ് ചവറ വട്ടപ്പാലം സർവീസ് സഹകരണ ബാങ്കിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയിലും ഈ കുട്ടി വിജയിയായി റാങ്ക് ലിസ്റ്റിൽ അതുപോലെ തന്നെ ഈ കുട്ടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വരുന്നതായിരുന്നു. ഇതിൻ്റെ കല്യാണ നിശ്ചയം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. 10.05 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. കാപ്പിൽ, കട്ടച്ചിറ, ഇലപ്പക്കുളം സ്വദേശികളാണ് പിടിയിലായത്. കറ്റാനം നാമ്പുകുളങ്ങരയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കറ്റാനം, കട്ടച്ചിറ, നാമ്പുകുളങ്ങരയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് 10.05 കിലോ കഞ്ചാവ് പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്നു കഞ്ചാവ്. സംഭവത്തിൽ കാപ്പിൽ സ്വദേശി റിയാസ് ഖാൻ, കായംകുളം യൂസഫ് മൻസിൽ യൂസഫ്, കട്ടച്ചിറ റംലത്ത് മൻസിൽ അമീൻ, ഇലിപ്പിക്കുളം പള്ളിക്കൽ വിനീത് പൊടിയൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്തിവരികയാണെന്ന് എക്സൈസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കറ്റാനം. കന്നഡ ചിത്രം കാന്താര 2-ന് വിലക്ക്. കേരളത്തിൽ ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന് ഫിയോക്ക്. തിയേറ്റർ ഷെയറിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് പ്രദർശന വിലക്കിന് കാരണം. കന്നഡ ചിത്രം കാന്താരയുടെ 2ാം ഭാഗത്തിനാണ് കേരളത്തിൽ വിലക്കേർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് വ്യക്തമാക്കി. തിയേറ്റർ ഷെയറിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കാരണം. സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷനിൽ നിന്ന് 55% തിയേറ്റർ ഷെയർ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഫിയോക്ക് സിനിമ കേരളത്തിൽ വിലക്കിയിട്ടുള്ളത്. പൃഥ്വിരാജും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നാണ് കാന്താര 2 കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. നിലവിൽ 50% ഇതര ഭാഷാ സിനിമകൾക്ക് തിയേറ്റർ ഷെയറായി നൽകുന്നത്. ഇത് 2 ആഴ്ചത്തേക്ക് നൽകണം എന്നതാണ് വിതരണക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം. എന്നാൽ ഇത് അനുവദിക്കാനാകില്ലെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനത്തിലാണ് ഫിയോക്ക്. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. ചാരായവുമായി 2 പേർ അറസ്റ്റിൽ. കിഴക്കേക്കല്ലട സ്വദേശികളായ ഗോപാലകൃഷ്ണൻ, ഗിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 20 ലിറ്റർ ചാരായവും 25 ലിറ്റർ സ്പെൻ വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. ചാരായവുമായി 2 പേരെയാണ് ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ അബ്ദുൽ വഹാബും സംഘവും പിടികൂടിയത്. കിഴക്കേക്കല്ലട താജത്ത് മുറിയിൽ ചെറുകാളി വീട്ടിൽ ഗോപാലകൃഷ്ണൻ, കിഴക്കേക്കല്ലട താജത്ത് മുറിയിൽ സരിതാ ഭവനത്തിൽ ഗിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 20 ലിറ്റർ ചാരായവും 25 ലിറ്റർ സ്പെൻഡ് വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. ഇയാളുടെ സഹായിയായാണ് ഗിരീഷ് പ്രവർത്തിച്ചു വന്നത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായായിരുന്നു ശാസ്താംകോട്ട എക്സൈസ് പരിശോധന നടത്തിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് വളരെ വ്യാപകമായ രീതിയിൽ പരിശോധനകൾ നടന്നു വരുന്നതാണ്. അതിന്റെ ഭാഗമായി ശാസ്താംകോട്ട റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയ മികച്ച ഒരു എൻഫോഴ്സ്മെന്റ് പ്രവർത്തനമായിരുന്നു ഈ കണ്ടെത്തൽ. ഈ ഭാഗങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് മറ്റ് വ്യാജ മദ്യം, ചാരായം എന്നിവയൊക്കെ ഒഴുകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധന നടത്തി വരവെയാണ് ഈ ഗോപാലകൃഷ്ണനെ നമ്മൾ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഇന്ത്യൻ വസന്തോത്സവത്തിന് വേദിയായി പള്ളിമൺ സിദ്ധാർത്ഥ ഗ്രീൻ ക്യാമ്പസ്. ഭാരത് ഭവനും സൗത്ത് സോൺ കൾച്ചറൽ സെന്ററും സിദ്ധാർത്ഥ ഫൗണ്ടേഷനും സംയുക്തമായാണ് ഇന്ത്യൻ വസന്തോത്സവ് സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം നടക്കുന്ന ഇന്ത്യൻ വസന്തോത്സവത്തിനാണ് പള്ളിമൺ സിദ്ധാർത്ഥ ഗ്രീൻ ക്യാമ്പസ് വേദിയായത്. ഭാരത് ഭവനും സൗത്ത് സോൺ കൾച്ചറൽ സെന്ററും സിദ്ധാർത്ഥ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച വസന്തോത്സവത്തിൽ ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള 100ഓളം നർത്തകരും കലാകാരന്മാരും പരിപാടികൾ അവതരിപ്പിച്ചു. പള്ളിമൺ എം വി ദേവൻ കലാഗ്രാമമാണ് വേദി ഒരുക്കിയത്.
നെടുമ്പന ഗ്രാമത്തിലെ പ്രതിഭകൾക്ക് പരിപാടിയിൽ ആദരവ് നൽകി. PC വിശ്വനാഥ് MLA ഭദ്രദീപം തെളിച്ചു. ശരി, അപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു പാട്ട് പാടി ഉദ്ഘാടനം ചെയ്യണമെന്നാണ്. അപ്പോൾ പിന്നെ പ്രസംഗം ചുരുക്കാനുള്ള ഒരു മാർഗവും കൂടിയായിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ ഈ സാംസ്കാരികമായ ഒരു സമ്പത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലും അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഞാൻ അടുത്തിടെ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനുമായി സംസാരിച്ചപ്പോൾ കേരള ഫോക്ലോർ അക്കാദമി കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന 1000 ഫോക്ലോർ ആയിട്ടുള്ള കലാരൂപങ്ങൾ അവർ കണ്ടെത്തിയെന്ന് വെച്ചാൽ അവർ ഡോക്യുമെൻ്റ് ചെയ്തു. പല സ്ഥലത്തായിട്ട് ഉണ്ടായിരുന്നു, ചിലതൊക്കെ നമുക്കറിയാം. 1000 അതിന് 100 പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ അമ്പിളിപ്പാട്ട്, അമ്മാനപ്പാട്ട്, അരയൻ പാട്ട്, ആടുകളിപ്പാട്ട്, ഓണം പാട്ട്, കളം പാട്ട്, കളിപ്പാട്ട്, കറിപ്പാട്ട്, കുത്തിയോട്ടപ്പാട്ട്, കുമ്മാട്ടിക്കളിപ്പാട്ട്, ചവിട്ടുകളിപ്പാട്ട്, ചാറ്റുപാട്ട്. നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഗിരിജകുമാരി അധ്യക്ഷത വഹിച്ചു. സ്വരലയ കേരള ചാപ്റ്റർ ചെയർമാൻ G രാജ്മോഹൻ വിശിഷ്ടാതിഥിയായി. പഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രേം ഷാജ് പള്ളിമൺ, സിദ്ധാർത്ഥ സ്കൂൾ പ്രിൻസിപ്പൽ VL രോഹിണി, സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി U സുരേഷ്, രാജീവ് നരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ടൂർണമെന്റിലെ അവസാന വാലറ്റക്കാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ലല്ലോ. സന്തോഷമുണ്ട്. കാരണം നേരത്തെ പ്രേം ഷാജ് അദ്ദേഹം പറഞ്ഞ പോലെ ചരിത്രം കുറിക്കുന്നവരെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. പക്ഷെ ജീവിതത്തിനും മരണത്തിനിടയിലുള്ള ചുരുങ്ങിയ കാലഘട്ടത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ച് ജീവിതം ഒരു നദിയാണെന്നും അതിൽ അപൂർവം പൊട്ടിവിടുന്ന കുമളകളാണ് സുഖം, സന്തോഷം എന്നൊക്കെ പറയാറുണ്ട്. ഇനി എത്ര കാലം നമ്മളിവിടെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ലോകത്ത് കലയുടെ സ്വാംശീകരണം കണ്ട് ആസ്വദിക്കുവാൻ, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ സംസ്കൃതിയെക്കുറിച്ച് അറിയുവാനുള്ള, ഭാരതത്തെ തൊട്ടറിയുവാനുള്ള, നാനാ ഭാഷകൾ അമൃതം ചൊരിയും നാവും പുഞ്ചരിയും, നാനാ ദേശക്കാരുടെ നാനാ വേഷത്തിനുള്ളിയും എന്നുള്ള പാട്ടുപോലെ നമ്മളിതെല്ലാം കൂടെ സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു കലയുടെ അനുരഞ്ജനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട്, കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കലയെ ഒരു ലഹരിയാക്കി മാറ്റുക. 1 child 1 art. ഒരു കുട്ടി ഒരു കലയെങ്കിലും പഠിക്കുക എന്നുള്ളതാണ് എന്റെ സന്ദേശം. എന്റെ ഗുരുവരന്മാരൊക്കെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. തോപ്പിൽ ഭാസി മുതൽ NN പിള്ള സാർ തൊട്ട് ഇങ്ങനെയുള്ള ഒരു പരമ്പരകളുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഗുരുത്വം എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ പ്രാധാന്യം എപ്പോഴും ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളത്ത് മോഷണവും മോഷണ ശ്രമവും. വില്ലേജ് ഓഫീസിലാണ് മോഷണം നടന്നത്. സമീപത്തെ ഐശ്വര്യയക്ഷി ക്ഷേത്രത്തിൽ മോഷണ ശ്രമവും നടന്നു. ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറക്കാനും ശ്രമിച്ചിട്ടുണ്ട്. കായംകുളം വില്ലേജ് ഓഫീസിലാണ് മോഷണം നടന്നത്. വാതിലിന്റെ താഴ് കുത്തി തുറന്ന് ഓഫീസിനുള്ളിൽ കയറിയായിരുന്നു മോഷണം. 500 രൂപയും കമ്പ്യൂട്ടറിന്റെ മൗസുമാണ് അപഹരിച്ചത്. രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ അറിയാൻ കഴിയൂ എന്ന് ജീവനക്കാർ പറഞ്ഞു. ജീവനക്കാർ രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 3-ാം തീയതി 5 മണിയോടുകൂടി ഓഫീസ് അടച്ചിട്ട് പോയിട്ടുള്ളത്. ഇന്ന് രാവിലെ PTS വന്ന് ഓഫീസ് തുറക്കാൻ വന്നപ്പോൾ ഓഫീസ് തുറന്ന് കിടക്കുന്നതായി മോഷണ ശ്രമം നടന്നിട്ടുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ രേഖകളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അറിയാൻ പറ്റത്തുള്ളൂ. പരിശോധനയ്ക്ക് ശേഷമേ അറിയാം. അലമാരികളൊക്കെ തുറന്നു കിടന്നു. പൂട്ട് 2 റിക്കാർഡ് റൂമും സ്റ്റോർ എല്ലാം പൊളിച്ചിരുന്നു. സമീപത്തെ ഐശ്വര്യയക്ഷി ക്ഷേത്രത്തിലും മോഷണ ശ്രമം നടന്നു. ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറന്നാണ് മോഷണ ശ്രമം നടത്തിയിട്ടുള്ളത്. സംഭവത്തിൽ കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി ക്രമക്കേടുകൾ നടന്നതായി കോൺഗ്രസ് ആരോപിച്ചു. നിലവിലെ വോട്ടുകൾ വെട്ടിമാറ്റി വ്യാജ വോട്ടർമാരെ ചേർത്തതായും കോൺഗ്രസ് ആരോപിച്ചു. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ പുതിയ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന പരാതിയുമായി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ ജ്യോതിർനിവാസാണ് രംഗത്തെത്തിയത്. വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തതായും നിലവിൽ വോട്ടവകാശമുള്ള പലരെയും ഒഴിവാക്കിയതായും ഇദ്ദേഹം പറഞ്ഞു. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിലവിൽ വോട്ടവകാശമുള്ള പലരുടെയും വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡായ കേരളപുരം വാർഡിൽ. പെരിനാട് ഗ്രാമപഞ്ചായത്ത് കേരളപുരം വാർഡിൽ
ഭാര്യയും ഭർത്താവും താമസിക്കുന്ന വീട്ടിൽ നിന്നും ഭാര്യയെ നിലനിർത്തി ഭർത്താവിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. 8ാം വാർഡിൽ തന്നെ വർഷങ്ങളായി താമസം മാറിപ്പോയവരെ പലരെയും ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ ബന്ധുക്കളെയും ഇത്തരത്തിൽ നിലനിർത്തിയിട്ടുള്ളതായി അദ്ദേഹം പറയുന്നു. 2 പേര്, ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്ന ഒരു വീട്ടിൽ ഭാര്യയുടെ പേര് നിലനിർത്തുകയും ഭർത്താവിൻ്റെ പേര് ഒഴിവാക്കുകയും ചെയ്തു. അവർ ഈ പഞ്ചായത്തിലെ 8ാം വാർഡിൽ താമസിക്കുന്നവരും അതുമാത്രമല്ല അവർക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പെരിനാട് ഗ്രാമപഞ്ചായത്ത് വീട് അനുവദിച്ചു കൊടുത്തിട്ടുള്ളവരാണ്. ആ വീടിൻ്റെ പണി അവർക്ക് പൈസ പോരാത്തത് കൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അതിൽ ഭാര്യയുടെ പേര് ഡിലീറ്റഡ്, ഭർത്താവിൻ്റെ പേര് ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് പുതിയ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിൽ തന്നെ, ഈ പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ തന്നെ പല ആളുകളും വർഷങ്ങളായി ഇവിടുന്ന് താമസം മാറിപ്പോയവരുടെ ഒക്കെ വോട്ടുകൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുണ്ടറയിലെ പഴയ മന്ത്രിയും MLAയും ഒക്കെ ആയിരുന്ന ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയുടെ അനുജത്തി ജോളിക്കുട്ടി, അവരുടെ ഭർത്താവ് ബേബി ഐസക്ക്, അവരുടെ മക്കളായ പ്രീതിക, ക്ലിൻറ്റ്, ഇവരുടെ 4 പേരുടെ വോട്ട് പെരിനാട് പഞ്ചായത്തിലെ 8ാം വാർഡിലെ 180 നമ്പർ ബൂത്തിലാണ്, 180 നമ്പർ വീട്ടിലാണ് ചേർത്തിട്ടുള്ളത്. ആ വീട്ടിൽ തന്നെ വേറെ 4 പേര്, അതായത് മജീദ് കുട്ടി, ഷിഹാന, സിദ്ദിഖ് തുടങ്ങിയ 4 പേരുടെ പേരും അതേ വീട്ടു നമ്പറിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ വാർഡുകളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. 8ാം വാർഡിലെ പോളിംഗ് ബൂത്തുകൾ നിർണ്ണയിച്ചതിലും അപാകതയുണ്ടെന്ന് ജ്യോതിർനിവാസ് ചൂണ്ടിക്കാട്ടി. ഈ നേരത്തെ നിലവിലുണ്ടായിരുന്ന പോളിംഗ് ബൂത്തുകൾ ആ കെട്ടിടങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിലെ ഒരു പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സ്ഥലത്ത് വഴിയില്ലെന്ന് പറഞ്ഞിട്ടാണ് 10ാം വാർഡിലേക്ക് മാറ്റിയത്. പെനിയൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൻ്റെ കെട്ടിടത്തിലേക്ക്. അവിടെ നമ്മൾ പരിശോധിച്ചാൽ ആ പെനിയൽ സ്കൂളിലേക്ക് പോകുന്ന റോഡ് 2 മീറ്റർ 80 സെൻറ്റിമീറ്റർ വീതിയുള്ളതാണ്. എന്നാൽ ഈ അംഗൻവാടി കെട്ടിടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ബൂത്ത് 3 മീറ്റർ വീതിയുള്ള റോഡിലാണ്. അവിടെ റോഡിന് വീതിയില്ലെന്ന് പറഞ്ഞിട്ടാണ് 3 മീറ്റർ വീതിയുള്ള റോഡുള്ള സ്ഥലത്ത് നിന്നും 2.50 വീതിയുള്ള സ്ഥലത്തേക്ക് ഒരു പോളിംഗ് ബൂത്ത് മാറ്റിക്കൊണ്ടുപോയത്. അതുപോലെ തന്നെ മറ്റൊരു പോളിംഗ് ബൂത്ത് 7ാം വാർഡിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ ജനവിധി അട്ടിമറിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾക്ക് സമാധാനപരമായി പോയി വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്ന രീതിയിലാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇതൊക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ. പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയതായും നടപടിയുണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂർ ചെമ്മന്തൂർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഭൂമി തരം മാറ്റാൻ അനുമതി. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നടപടിയായത്. ഭൂമി തരം മാറ്റിക്കഴിഞ്ഞാൽ കെട്ടിടത്തിന് നമ്പർ ലഭ്യമാക്കി തുടർ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും. 2022 നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ഇൻഡോർ സ്റ്റേഡിയം. നിലമായി രേഖപ്പെടുത്തിയ ഭൂമിയിലായിരുന്നു നിർമ്മാണം. ഇക്കാരണത്താൽ കെട്ടിടത്തിന് നമ്പർ ലഭ്യമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ഭൂമി പൊതു ആവശ്യത്തിന് തരം മാറ്റാൻ അനുമതി അഭ്യർത്ഥിച്ച് നഗരസഭാ സെക്രട്ടറി സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. PS സുബാൽ MLAയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് ഭൂമി തരം മാറ്റാൻ അനുമതി ലഭിച്ചിരിക്കുന്നത്. MLAയുടെയും നഗരസഭാധ്യക്ഷ K പുഷ്പലതയുടെയും നേതൃത്വത്തിൽ റവന്യൂ, കൃഷി, സ്പോർട്സ് മന്ത്രിമാരെ നേരിൽ കണ്ടിരുന്നു. ഭൂമി തരം മാറ്റുന്നതിന് അനുകൂലമായി പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തരം മാറ്റാൻ 2018 കേരള തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം കൃഷിവകുപ്പ് അനുമതി നൽകുകയായിരുന്നു. പരിവർത്തനപ്പെടുത്തുന്ന ഭൂമിയുടെ വിസ്തൃതി 20.2 ആർസിൽ കൂടുതലായതിനാൽ 10% ജലസംരക്ഷണ പ്രവൃത്തികൾക്കായി നീക്കിവെക്കണമെന്നും തരംമാറ്റൽ സമീപത്തെ നീരൊഴുക്ക് തടസ്സപ്പെടുത്താതിരിക്കാൻ ഭൂമി മതിൽ കെട്ടി സംരക്ഷിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. പുനലൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലും കൈവശാവകാശത്തിലുമുള്ള നിലത്തിൽ കിഫ്ബിയിൽ നിന്നുള്ള 5.63 കോടി രൂപ ചെലവിട്ട് സംസ്ഥാന കായിക യുവജനകാര്യ ഡയറക്ടറേറ്റും നഗരസഭയും ചേർന്നാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിനൊരുങ്ങി കോൺഗ്രസ് നേതൃത്വം. നഗരസഭാ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർക്കും അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുമെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ പുനലൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർക്കും അസിസ്റ്റന്റ് രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത്.
ഒരേ വോട്ടർമാർ തന്നെ ഒന്നിലധികം വാർഡുകളിൽ തങ്ങളുടെ വോട്ട് ചേർക്കുകയും കൃത്രിമ രേഖകളുടെ അടിസ്ഥാനത്തിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ച് വോട്ട് ചേർക്കുകയും പാർട്ടി ഓഫീസുകളുടെ പേരിലും മറ്റും വ്യാജ വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്ത വോട്ടർമാർക്കെതിരെ കൂടി നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. നഗരസഭാ സെക്രട്ടറിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇവിടെ കഴിഞ്ഞ 52 വർഷക്കാലമായി പുനലൂർ പട്ടണം ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ LDFന്റെ ഭരണമുന്നണി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ അവർ ഭയപ്പെടുന്നു. യാതൊരു വികസന പ്രവർത്തനവും ചെയ്ത് പൊതുജന സമൂഹത്തിലേക്ക് ഇറങ്ങാൻ LDF നേതൃത്വത്തിന് കഴിയുന്നില്ല. പുനലൂർ പട്ടണത്തിൽ എടുത്തു പറയുന്ന യാതൊരു വികസന പ്രവർത്തനങ്ങളും ഈ 5 വർഷത്തെ ഭരണമുന്നണിക്ക് നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വ്യാപകമായ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ പുനലൂർ നഗരസഭാ സെക്രട്ടറിയെ ഉപയോഗിച്ചുകൊണ്ട് ചേർക്കുന്നതിന്റെ പിന്നിൽ പുനലൂർ ഭരണം നിലനിർത്തുക എന്നുള്ള ഗൂഢലക്ഷ്യമാണ്. ഇരട്ട വോട്ടും വ്യാജ വോട്ടും ഉപയോഗിച്ച് ഇതര സംസ്ഥാനക്കാരുടെ വോട്ട് വ്യാപകമായി കൂട്ടിച്ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടുകളിൽ പ്രതിഷേധിക്കുന്നതായും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. അതുപോലെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ നാട്ടിലേക്ക് നമുക്കറിയാം, പുനലൂർ പട്ടണമായിട്ട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്, അവിടുന്ന് പുനലൂരിലേക്ക് ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ഇവിടെയും തമിഴ്നാട്ടിലും വോട്ടുണ്ട്. പുനലൂരിൽ വോട്ടുണ്ട്, തമിഴ്നാട്ടിൽ വോട്ടുണ്ട്. ഈ 2 സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ വോട്ട് ചെയ്യും, അവിടെ വോട്ട് ചെയ്യും. ഇത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടി, ഞങ്ങളുടെ പ്രവർത്തകർ അതിന് അപേക്ഷ നൽകി നീക്കം ചെയ്യാൻ തയ്യാറാണ്. പുതിയതായിട്ട് വോട്ടർമാരെ ചേർക്കുകയാണ്. ഇതെന്തൊരു വെല്ലുവിളിയാണ് ജനാധിപത്യ സംവിധാനത്തിനെതിരെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു വാർത്താ സമ്മേളനമായി പൊതുജന സമൂഹത്തിലേക്ക്, മാധ്യമ സുഹൃത്തുക്കളിലേക്ക് ഞങ്ങൾ കടന്നു വന്നത്. സൈനികരുടെയും പഠനത്തിനും ജോലിക്കുമായി വിദേശങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ള ആളുകളുടെയും വോട്ട് അന്യായമായി നീക്കം ചെയ്യുന്നതിനും താമസമില്ലാത്ത നിരവധി പേരുടെ വോട്ട് ആക്ഷേപം ലഭ്യമായ ശേഷവും നിലനിർത്തുകയും ചെയ്യുന്ന നിലപാടാണ് നഗരസഭയിൽ ചില ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇത് ആസൂത്രിതമായി ചെയ്ത ക്രമക്കേടാണ്. ഇതിനെതിരെയാണ് നിയമപോരാട്ടം ആരംഭിക്കുന്നതെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ G. ജയപ്രകാശ്, ഡെപ്യൂട്ടി ലീഡർ സാബു അലക്സ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ S. നാസർ, KN ബിപിൻകുമാർ എന്നിവർ അറിയിച്ചു. ഇത് കോൺഗ്രസ് പാർട്ടി ശക്തമായ പ്രതിഷേധമായി പുനലൂരിൽ മുനിസിപ്പൽ ഓഫീസ് പണിക്കലും വാർഡുകളിലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള പരാതികളുമായി മുൻപോട്ട് പോകാൻ ഞങ്ങൾ നിർബന്ധിതമാകുകയാണ്. കാര്യം നഗരസഭാ സെക്രട്ടറി പുനലൂരിലെ LDF നേതൃത്വം പറയുന്നതിനപ്പുറം ഒരു പടിയും കൂടി മുൻപോട്ട് കടന്ന് LDF അത്രയും പ്രതീക്ഷിച്ചില്ല സെക്രട്ടറിയെ കുറിച്ച്. ഇത്രയും ചെയ്ത് സഹായിക്കുന്നവർ ഒരിക്കലും കരുതിയില്ല. ഒരു പടിയും കൂടി കടന്നാണ് പുനലൂർ നഗരസഭാ സെക്രട്ടറി ചെയ്തു കൊടുത്തിരിക്കുന്നത്. അത് പുനലൂരിലെ ജനങ്ങളോട്, ജനാധിപത്യ സംവിധാനത്തിനോടുള്ള വെല്ലുവിളിയാണ്. ഒരു പൗരന്റെ വോട്ടവകാശം നിഷേധിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല. ഒരു പൗരന്റെ അവകാശമാണ് വോട്ടെന്ന് പറയുന്നത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന ആവശ്യം. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. കൊല്ലം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ്. .05 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. കായംകുളം കറ്റാനം സ്വദേശികളാണ് പിടിയിലായത്. കറ്റാനം നാമ്പുകുളങ്ങരയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. വിവാഹവസ്ത്രമണിഞ്ഞ് അഞ്ജനയ്ക്ക് നിത്യനിദ്ര. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച തൊടിയൂർ സ്വദേശി അഞ്ജനയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. അന്ത്യോപചാരം അർപ്പിക്കാൻ വൻ ജനാവലി. തിയേറ്റർ ഷെയറിനെ ചൊല്ലി തർക്കം. കന്നഡ ചിത്രം കാന്താര 2 വിലക്ക്. കേരളത്തിൽ ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന് ഫിയോക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.